ഞാനും മണിയേട്ടനും കൂടെ ഇന്ന് മലപ്പുറം ജില്ലയിലെ രാമപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നാലമ്പലമുണ്ട്. ഇത് ശ്രീരാമസ്വാമിയുടെ അമ്പലമാണ്. ഇതിൻ്റെ മുൻവശത്ത് കുറേ കച്ചവടക്കാർ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. മറ്റുള്ള അമ്പലങ്ങളിലൊന്നും ഇങ്ങനെ കച്ചവടക്കാരെ കാണുന്നില്ല. ഇന്ന് മഴയൊന്നും ഉണ്ടായില്ല. ഇതാണ് ലക്ഷ്മണസ്വാമിയുടെ അമ്പലം. രണ്ടാമത് തൊഴുകേണ്ടത് ലക്ഷ്മണസ്വാമിയുടെ അമ്പലം. നമ്മൾ പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് പോകുമ്പോൾ ആദ്യം കാണുക ഈ അമ്പലമാണ്. ലക്ഷ്മണസ്വാമിയുടെ അമ്പലമാണ് കാണുക. അത് കഴിഞ്ഞിട്ടാണ് ശ്രീരാമസ്വാമിയുടെ അമ്പലം. പക്ഷേ നമ്മൾ തൊഴുകേണ്ടത് ആദ്യം ശ്രീരാമൻ്റെ അമ്പലത്തിലും രണ്ടാമത് ലക്ഷ്മണസ്വാമിയുടെ അമ്പലത്തിലാണ് തൊഴുകേണ്ടത്. പിന്നെ സീതാദേവിയുടെ അമ്പലമുണ്ട് ഇവിടെ. സീതാദേവിയുടെ അമ്പലത്തിൽ മൂന്നാമത്തത് സീതാദേവിയുടെ അമ്പലമാണ്. ഒക്കെ നിർമ്മിച്ച് വരുന്നേ ഉള്ളൂ, അമ്പലം ഉണ്ടാക്കി വരുന്നേ ഉള്ളൂ. ഇത് ഭരതസ്വാമിയുടെ അമ്പലമാണ്. ഭരതസ്വാമിയുടെ അമ്പലം തൊഴുതു. എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അമ്പലത്തിലും ഭക്തജനങ്ങൾ വഴിപാടൊക്കെ കൊടുത്ത് സംഭാവനയൊക്കെ കൊടുത്ത് പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ അമ്പലങ്ങളെല്ലാം ഒരു 3-3.5 കിലോമീറ്ററിനുള്ളിലാണ്. ഇത് ശത്രുഘ്നസ്വാമിയുടെ അമ്പലമാണ്. ഇവിടെ സുദർശന ചക്രം ശത്രു സംഹാരത്തിനായിട്ട് വഴിപാട് ചെയ്യുന്നു. ഇത് മീനൂട്ടാണ്. ഈ വെള്ളത്തിൽ മീനുകളുണ്ട്. അവർക്ക് ഭക്ഷണമായി അരിയാണ് കൊടുക്കുന്നത്. ഇത് അമ്പലത്തിൻ്റെ പിറകുവശം ഇങ്ങനെ ഇതാണ് മീനൂട്ട്.